ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഉറക്കച്ചടവോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു ഇൻട്രോ പറച്ചിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ വെച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരവും പേലയൊക്കെ ആയ സമയമായതുകൊണ്ട് പൊരിക്കും മുറുക്കിനും അലുവയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ചായക്കുള്ള കടി എന്നൊക്കെ പറയുന്നത് ഇതാ മുറുക്ക്, അലുവ, പൊരിയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഏട്ടനൊക്കെ ചായയൊക്കെ കൊടുത്തു. ഏട്ടനതാ പുഴയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഒരുപാടുണ്ട് അലക്കാൻ കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് കുറേ ദിവസത്തെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. പുതപ്പും വിരിയും അങ്ങനെ പറഞ്ഞ് ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെയും ക്ഷാമം ഇവിടെ നിന്നൊക്കെ അലക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അപ്പോൾ ഞങ്ങൾ പുഴയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാവിലെ രാജേട്ടനതാ സോപ്പ് പൊടിയൊക്കെ കൊട്ടിയിട്ട് പാത്രത്തിലാക്കാണ് കേട്ടോ. അപ്പം അമ്മയുടെ തോർത്ത് മുണ്ടുകളൊക്കെ ഉണ്ട്, സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം അമ്മ. അപ്പോൾ അതും എടുത്തിട്ട് അങ്ങനെ വന്ന് ഞാനിതാ വണ്ടിയിലൊക്കെ വെച്ചു. അങ്ങനെ രാജേട്ടനും ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മായി അതാ തിണ്ടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചെറിയമ്മായി ഉണ്ട്, ഇന്ന് ചെറിയമ്മായി പോയിട്ടില്ല, ഇന്ന് ചെറിയമ്മായിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുഴയിലൊക്കെ എത്തി. വന്നപ്പോൾ ആരുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ പറഞ്ഞ ഒരു 7 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞിരിക്കണു. ഒരു 7 മണി 7:15 ആയ ടൈമിലാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളിത് ഇനി അലക്കണം, കുറേ അലക്കാണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു 2 ബക്കറ്റ് ഉണ്ട്, പിന്നെ ഇനി വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അലക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുഴയൊക്കെ കാണാത്തവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പുഴയുടെ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചേച്ചി പുഴയ്ക്ക് പോകുമ്പോൾ എന്തായാലും പ്രത്യേകം എടുക്കണം കേട്ടോ പുഴയുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുവിധം ഞങ്ങൾ 2 പേരും കൂടി അലക്കി എടുത്തു തുണികളൊക്കെ കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു, ചവിട്ടി തുണികൾ, അങ്ങനെ കുറേ തുണികൾ ഉണ്ടായിരുന്നു, ചെറുതും വലുതൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സുകൾ, കുട്ടിയുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റാണ് ചവിട്ടി തുണിയൊക്കെ എടുത്തത് കേട്ടോ അലക്കാൻ. അപ്പോഴത്തേന് തന്നെ ഞങ്ങളൊരു അലക്കിക്കഴിഞ്ഞ് ഞങ്ങൾ മയങ്ങിപ്പോയിക്കുന്നു കേട്ടോ. രാജേട്ടൻ പിന്നെ വേഗം ഏട്ടൻ്റെ മുണ്ടൊക്കെ തച്ച് തിരുമ്പിയിട്ടോ രാജേട്ടൻ. എന്നതിന് ശേഷം ഏട്ടൻ വേഗം കുളിച്ച് കയറി റെഡിയായി കരയ്ക്ക് കയറിയിട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ അലക്കിക്കോളാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാനതാ അലക്കലൊക്കെ കഴിഞ്ഞു. ഇനി ചവിട്ടി തുണിയൊക്കെ ഒന്ന് അലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി അലക്കി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടേക്ക് അത് കൊണ്ടുപോയിടുക എന്നുള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം അഴകളൊക്കെ കമ്മിയാണ്, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ പുതിയ അഴയൊക്കെ കെട്ടേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി വെയിൽ വരുമ്പോഴത്തേന്, നല്ല വെയിലും അല്ലേ, വെയിൽ വരുമ്പോഴത്തേന് അലക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏട്ടന് വണ്ടിയും കൊണ്ടും പോകണമല്ലോ. അപ്പോൾ പോകുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇനി ഇത് കഴിഞ്ഞ് പോയിട്ട് വേണം ഇനി കോറ അരയ്ക്കണം. ധനി ബേബിക്ക് വീട്ടിൽ ചെറിയമ്മായി ഉള്ളതുകൊണ്ട് പിന്നെ അവളിനെ അവിടെ ആക്കിയിട്ടാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ അവൾ എണീറ്റാൽ ഇനി ചായ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും ആളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ ചെറിയ അമ്മായി ആണെങ്കിൽ അതിൻ്റേതായ ഒരു ഇതിലിങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ആൾ കഴിക്കൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നാവിൽ വെച്ച് നോക്കും, ആളൊന്ന് ടേസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. ഞാനും രാജേട്ടനും തുണികളൊക്കെ പെറുക്കി പിടിച്ച് ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് പോരുകയാണ് കേട്ടോ. ആദ്യം രാജേട്ടൻ വലിയ ബക്കറ്റിൽ അലക്കിയ തുണികളൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ, വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ട് പോയിരുന്നു കേട്ടോ. രാവിലെ ചെന്നപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, കമ്മിയായിരുന്നു. അല്ലെങ്കിലൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ആരെയും കണ്ടില്ല, ഞങ്ങൾ അലക്കി കഴിയുന്നവരെ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്തൊന്ന് കാണാനും കൂടി ശ്രമിക്കണേ എല്ലാവരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും അറിയില്ല കേട്ടോ. എന്നും നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോറും കൂട്ടാനും വയ്ക്കുക, ചായ വയ്ക്കുക, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പുറത്ത് പോവുക, നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി ശ്രദ്ധിക്കണേ. അപ്പോൾ അലക്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും ധോനി ബേബിയുടെ ഒരു ഉടുപ്പ് കിട്ടോ നിലത്ത് വീണു. നിലത്തല്ല, വണ്ടിയിലാണ് വീണത്. അപ്പോൾ ചെറിയൊരു പൊടിയായിരിക്കണം. അപ്പോൾ ഇനി അത് വീട്ടിൽ പോയിട്ട് കഴുകിയെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ തുണികളൊക്കെ വിരിച്ചിടാൻ രാജേഷേട്ടനും കൂടിയിട്ടോ. പിന്നെ ഈ രാജേട്ടന് ഇന്നെന്തോ ഒരു കല്യാണം ഉണ്ട് ഫ്രണ്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ഡ്രസ്സൊക്കെ തേച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടി റെഡിയാവാണ് കേട്ടോ.
അങ്ങനെ അവരൊക്കെ പോയി അങ്ങനെ വന്നപ്പോഴത്തേനും അമ്മായി ചോറൊക്കെ ആക്കിയിരിക്കണു കേട്ടോ. ഒന്ന് നേരത്തെ ചോറൊക്കെ അടുപ്പത്തിട്ടിരിക്കണു. അപ്പോൾ അതാ കറി ഒരു തരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തോ പടവലങ്ങ പോലത്തെ ഒരു സാധനമുണ്ട്, അതൊക്കെ വെച്ചിട്ട് അതാ കറിയൊക്കെ വെച്ച് ഇറക്കിയിരിക്കണു അമ്മായി. ഇനി അടുത്ത കറി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ചെറിയമ്മായി കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്രാവ് മീൻ. അപ്പോൾ അത് നുറുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ അലക്കി കൊണ്ടുവന്നത് അതെല്ലാം തോരയിട്ട് പിന്നെ ധോനി ബേബീനെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ മീൻ വറുക്കാനൊക്കെ വന്നത്. പിന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് മഞ്ഞളൊക്കെ പുരട്ടി ഇനി അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ പണി ഒരുങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും കറിയൊക്കെ അമ്മായി വെച്ചു. അപ്പം ഇന്നലെ തലേ ദിവസത്തെ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച സാമ്പാറൊക്കെയാണ്. അപ്പോൾ അത് എന്തായാലും നല്ല രുചി ഉണ്ടാവില്ല. അപ്പോൾ അത് കളയണ്ട, അതൊക്കെ ഞങ്ങൾക്ക് കൂട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ പപ്പടം വറുത്ത കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അപ്പോൾ മീൻ വറുക്കാമെന്നൊക്കെ വിചാരിച്ചത്. കുറച്ചത് ഉണ്ടായിരുന്നു, എന്തായാലും മീൻ വറുത്ത് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ എണ്ണ കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. കളയൊന്നുമില്ല നമ്മൾ, ഇവരൊക്കെ ആകുമ്പോൾ പപ്പടം അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചുമ്പോഴൊക്കെ ആ എണ്ണേനെ എടുക്കാറ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് കുറേ നേരമായി. അപ്പോൾ ഞാൻ മീനൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വെള്ളം കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളം അവിടെ എടുത്ത് വെച്ച് പിന്നെ കുടിക്കാൻ മറന്നു അപ്പോഴത്തേനും കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പിന്നെ കുറേ പേര് നോമ്പായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ, നമുക്ക് മെസ്സേജസ് ഒന്നും കാണാറില്ല. നമ്മുടെ വീഡിയോ കാണാറുണ്ടോയെന്നും അറിയില്ല കേട്ടോ. കാരണം ഡെയിലി നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് മെസ്സേജ് ഇട്ട ആളുകളാണ്. അപ്പോൾ അവരെ കാണാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ നോമ്പൊക്കെ ആയതുകൊണ്ടുള്ള തിരക്കും കാര്യങ്ങളും ക്ഷീണവും ഒക്കെ അതിൻ്റെ റെസ്റ്റിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ചിട്ട് നോമ്പൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യം ഇതും തരട്ടെ എന്ന് ദൈവത്തോട് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മീൻ വറുക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനി ചോറുണ്ണാൻ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ആ ചായ കുടിച്ചിട്ട് അങ്ങനെ പോയതാണ്. ചായയും ആ പൊരി മുറുക്കൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ വേറൊന്നും കഴിച്ചിട്ടില്ല. ഒരു 12:30 ആയിരിക്കണം അപ്പോഴത്തേനും കേട്ടോ. കുട്ടിക്ക് കഴിക്കാൻ കൊടുത്ത് കഴിഞ്ഞ് അവളിൽ നിന്ന് ഉറക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഈ ചൂട് കാരണം കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഉറങ്ങാനൊക്കെ ഒരുപാട് ടൈം എടുക്കുകയാണ് കേട്ടോ. അവർക്ക് കിടന്നിട്ടും ഒരു എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നില്ല. മക്കൾക്ക് കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിലും കുറച്ച് ഒരാശ്വാസം വേണ്ടല്ലോ, അത്രയും ചൂടാണ് കേട്ടോ ഇവിടെയൊക്കെ. കുഴപ്പമില്ല, ഇങ്ങനെ പോവുമായിരിക്കും കുറച്ച് ദിവസം കൂടി, ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പാത്രങ്ങളൊക്കെ അപ്പോഴേ മോറി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിരന്ന് കിടക്കുകയുള്ളൂ പിന്നെ. അപ്പോൾ പിന്നെ കുട്ടി എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ അങ്ങനെ ഇട്ടിട്ട് അവിടെ കിടക്കില്ലേ, നമ്മൾ തന്നെ പിന്നെ വന്ന് ചെയ്യണ്ടേ. നമ്മളപ്പോൾ അവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലല്ലേ കൈയോടെ മോറി വയ്ക്കുകയെന്ന് വിചാരിച്ചു. നമുക്ക് സമയം കിട്ടും പോലെ വന്ന് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അല്ലല്ലോ, നമ്മൾ വേഗം പണി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് റെഡിയാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക കേട്ടോ. സ്പൂണുകളും വേറെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറുക്കൊക്കെ ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുത്തു. ഇനി കുട്ടി നീക്കുമ്പോഴത്തേന് ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അവൾക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളൊന്നും ചോറൊന്നും കൊടുത്താൽ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് 2 വെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിങ്ങനെ അവളിങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ 2 വെറ്റൊക്കെ തോണ്ടി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിലാണ് അമ്മായി വന്നിട്ട് അമ്മായിയുടെ മാല എന്തോ പിരിഞ്ഞ് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊളുത്തെന്തോ പിരിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ പിന്നെ അത് വേഗം ഒന്ന് ശരിയാക്കിയൊക്കെ കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പിരിഞ്ഞ് വരിക, കഴുത്ത് ഇങ്ങനെ ചൊറിയണ പോലെ തോന്നുകയാണ് വേർക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിക്ക്. അപ്പോൾ ആ മാലയൊന്ന് ശരിയാക്കി കൊടുത്തു. ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ പാവം വേഗം വന്നതാണ്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ അപ്പോൾ ആയിരിക്കണു. അപ്പോൾ 2 തരം കറിയും ചോറ്, മീൻ വറുത്തത്, പിന്നെ തലേദിവസം വറുത്ത് വെച്ച പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട്, അത് കൂട്ടിയിട്ടും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമെന്നും വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് അറിയില്ല കേട്ടോ.
എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ വിട്ടുപോയിട്ടോ, ഉപ്പേരിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കറുവത്തും കായല്ലേ പപ്പായ, അത് അരിഞ്ഞിട്ടും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായിമാർ. അപ്പോൾ തലേദിവസത്തെ സാമ്പാർ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ചൂടാക്കിയിട്ട് രാശേട്ടൻ വരുമ്പോഴത്തേനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ എടുത്ത് വെച്ച് ഇത്രയേ ഉള്ളൂ.